സാക്ഷര കേരളത്തിൽ അന്ധവിശ്വാസം മൂലമുള്ള കുറ്റകൃത്യങ്ങൾ പെരുകി വരികയാണ്. വളരെ അടുത്ത കാലത്ത് കേരളത്തെ നടുക്കിയ ബാലരാമപുരത്തെ ബാലികയുടെ കൊലപാതകവും അത്തരത്തിലുള്ളതാണെന്ന സംശയങ്ങൾ ബലപ്പെടുന്ന വിവരങ്ങളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കുടുംബം സാമ്പത്തിക അഭിവൃദ്ധിക്കായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കണം. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ബാലികയുടെ അമ്മാവനെ കൂടാതെ ഒരു ജോത്സ്യനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ജോത്സ്യൻ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും അയാളുടെ ഉപദേശങ്ങൾ പ്രകാരമാണോ കുറ്റകൃത്യം നടത്തിയതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. തങ്ങളിൽ നിന്നും ജോത്സ്യൻ 36 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് കുട്ടിയുടെ മാതാവ് സാമ്പത്തിക കുറ്റകൃത്യത്തിന് അറസ്റ്റിലാവുകയും ചെയ്തു. ജ്യോതിഷിയുടെ ഉപദേശപ്രകാരമാണ് ആ കുടുംബം പല കാര്യങ്ങളും ചെയ്തിരുന്നതെന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പാലക്കാട് നെന്മാറ നാടിനെ ഞെട്ടിച്ച ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയും അന്ധവിശ്വാസം, ആഭിചാര ക്രിയകൾ എന്നിവ നടത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇയാൾക്ക് ചാത്തൻ സേവ ഉണ്ടായിരുന്നതായി ഇയാളുടെ ബന്ധുക്കളും അയൽവാസികളും പറയുന്നു. കുറ്റകൃത്യങ്ങൾ താനല്ല, ചാത്തൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്നാണ് ഇയാൾ ചില പരിചയക്കാരോട് പറഞ്ഞത്. 2022 പത്തനംതിട്ടയിൽ 2 സ്ത്രീകളെ ആഭിചാര ക്രിയകൾക്കായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് അവരുടെ മാംസം പാചകം ചെയ്ത ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കണം. ഒരു മന്ത്രവാദിയുടെ ഉപദേശപ്രകാരം അഭിവൃദ്ധിക്കാണ് പ്രതികൾ ഈ ക്രൂരകൃത്യം ചെയ്തത്. ഈ സംഭവങ്ങൾക്ക് മുന്നേ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിരോധിക്കാനുള്ള നിയമനിർമ്മാണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ധവിശ്വാസങ്ങൾ തടയൽ, നിർമ്മാർജ്ജനം ചെയ്യൽ നിയമ ബിൽ അത്തരത്തിൽ പരിഷത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കേരള സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ജനകീയ ചർച്ചകളിലൂടെയാണ് ഈ ബിൽ തയ്യാറാക്കിയത്. നാളിതുവരെ അതിനെക്കുറിച്ച് നിയമസഭയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. 2013 മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു നിയമം പാസാക്കിയ സംസ്ഥാനം. ഈ നിയമം ആദ്യം മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയപ്പോൾ ഉത്തരവിൽ ഒപ്പുവെച്ച സംസ്ഥാന ഗവർണർ മലയാളിയായ കെ ശങ്കരനാരായണൻ ആയിരുന്നു എന്നതും ചരിത്രമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് തട്ടിപ്പുകാർ ചൂഷണം ചെയ്യുന്നത്. പരസ്യങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് അത്തരം തട്ടിപ്പുകാരുടെ പതിവ്. രോഗശാന്തി, സാമ്പത്തിക അഭിവൃദ്ധി, സന്താനലബ്ധി, തൊഴിൽ, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നടക്കാനായി മാന്ത്രിക ഏലസുകൾ, ഔഷധക്കൂട്ടുകൾ, പൂജകൾ, ബലി തുടങ്ങിയ വഴിപാടുകൾ എന്നിവ നിരോധിക്കണം എന്നാണ് ബില്ലിലെ വ്യവസ്ഥകൾ. സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. ആൾ ദൈവങ്ങളുടെയും മന്ത്രവാദം, മാന്ത്രികേലസ്, മന്ത്രയന്ത്രങ്ങൾ, അനാചാരങ്ങൾ, ഇത്തരം വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ എന്നിവയുടെ പ്രചാരണം തടയൽ, അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷാവിധി, ഇരകൾക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും പ്രതിപാദിക്കുന്നതായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സർക്കാരിന് സമർപ്പിച്ച നിയമനിർമ്മാണ ശുപാർശ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉത്തരേന്ത്യയിലാണ് കൂടുതൽ എന്ന് അഹങ്കരിച്ചിരുന്ന മലയാളിക്ക് ലജ്ജിച്ച് തലതാഴ്ത്താൻ തക്ക നടുക്കമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ദുർമന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ക്രിമിനലുകൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ മത സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന മത സാമുദായിക സംഘടനകൾ നാടിന്റെ ശാപമാണ്. സ്വാർത്ഥ ലാഭത്തിനായി അന്യരെ ഉപദ്രവിക്കുകയും വകവരുത്തുകയും ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഇത്തരം ആഭിചാര ക്രിയകളുടെ ഉപയോക്താക്കൾക്കും നിയമാനുസൃതമായി കഠിന ശിക്ഷ തന്നെ നൽകണം. നക്ഷത്ര ആമ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി പാമ്പ് തുടങ്ങിയ സംരക്ഷിത ജന്തുക്കളുടെ കള്ളക്കടത്തും വിൽപ്പനയും അന്ധവിശ്വാസങ്ങളുടെ മറപിടിച്ച് യഥേഷ്ടം നടക്കുന്നുണ്ട്. സർക്കാരും വിവിധ വകുപ്പുകളും രാഷ്ട്രീയ, മത, സാമുദായിക, സാമൂഹ്യ സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ ഈ ദുസ്ഥിതിക്ക് മാറ്റം വരൂ.